ആപ്റ്റിക്സ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ യൂണിറ്റ് 3 ആണ്. കഴിഞ്ഞൊരു ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ്റെ യൂണിറ്റ് 1 ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, നാച്ചുറൽ റിസോഴ്സ് പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ എന്നിവ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണുക. അതിനുശേഷം ഈ ഒരു യൂണിറ്റ് കാണുക. ഇന്ന് നോക്കാനുള്ളത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഈ ഒരു യൂണിറ്റിൻ്റെ കണ്ടന്റിൽ പ്രധാനമായിട്ട് വരുന്നത് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, type of environmental degradation, environmental pollution, environmental pollutants, type of pollution, soil, land pollution, water pollution, air pollution, radiation, nuclear pollution, light pollution, solid waste pollution, prevention and management of pollution, hazards and disaster management, earthquake, landslides, volcanic eruption, forest fires, tsunami, cyclone, flood, nuclear and industrial accidents, ഓയിൽ സ്പിൽസ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സിലബസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളതെന്നാണ് നോക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് പൊല്യൂഷൻസ് ഉണ്ടാകുന്നത്, അതെങ്ങനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അതിൽ ഇൻഡസ്ട്രീസ് വരുന്നുണ്ട്, ടെക്നോളജീസ്, കെമിക്കൽ, ആറ്റോമിക് എനർജി, ഇവയൊക്കെ കാരണമാണ് പ്രധാനമായിട്ടും എന്തുണ്ടാവുന്നത്, നമുക്ക് പൊല്യൂഷൻ ഉണ്ടാവുന്നത്. എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. മീനിങ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ: lowering of the environmental qualities because of advanced change brought in by natural and human activities. എന്താണ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ? ലോവറിങ് ഓഫ് ദ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റീസ്. എൻവയോൺമെൻറ്റിൻ്റെ ഒരു നമുക്കുണ്ടായിരുന്ന ഗുണമേന്മയൊക്കെ നഷ്ടപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തൊക്കെ കാരണങ്ങൾ ഉണ്ടാക്കാം? പ്രകൃതിപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാവാം, മനുഷ്യൻ്റെ ഇടപെടൽ മൂലവും ഉണ്ടാവാം. This environmental degradation implies of deterioration of the quality of the environment at the local, national and international levels. ഏതൊക്കെ തരത്തിൽ ബാധിക്കും? അത് ലോക്കലായിട്ടും നാഷണലായിട്ടും ഇൻ്റർനാഷണലായിട്ടും ഈ ഒരു എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ ബാധിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡീഗ്രഡേഷൻ. എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷനും ഡീഗ്രഡേഷനും തമ്മിലുള്ള വ്യത്യാസം? ഇത് രണ്ടും ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണെന്നാണ് പറയുന്നത്, ഡിഫറെൻറ്റ് മീനിങ്ങുമാണ്. കോസ് ഓഫ് ഡിഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. പൊല്യൂഷൻ്റെ കാരണം എന്താണ്? പൊല്യൂഷൻ ഈസ് ദ കോസ് ഓഫ് ഡിഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിൻ്റെ ഡീഗ്രഡേഷൻ കാരണമാണ് പൊല്യൂഷൻ ഉണ്ടാകുന്നത്. എന്നാൽ ഡീഗ്രഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്ഡ് ബൈ പൊല്യൂഷൻ ആൻഡ് ഹസാർഡ്സ്, ഡിസാസ്റ്റർ. പൊല്യൂഷൻ ഉണ്ടാകുന്നത് ഒരു കാരണം കൊണ്ട് മാത്രമാണ്, എൻവയോൺമെൻറ്റിൻ്റെ ഡീഗ്രഡേഷൻ കാരണം. എന്നാൽ ഡീഗ്രഡേഷൻ ഉണ്ടാവാൻ കാരണം എന്തൊക്കെയാണ്? അതിന് പൊല്യൂഷൻ ഒരു കാരണം ആവുന്നുണ്ട്, ഹസാർഡ്സ്, ഡിസാസ്റ്റർ, ഇത്രയും കാരണങ്ങളാണുള്ളത്. The hazards of disaster are sudden by natural process or human activities which require the immediate relief and prediction can be made the safeguard. എന്താണ്? മനുഷ്യൻ്റെ ഇടപെടൽ മൂലവും അല്ലാത്ത രീതിയിലൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. നമുക്കറിയാം 2004 എന്തായാലും സുനാമി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊരു ഇതിനൊരു ഡിസാസ്റ്ററിനൊരു എക്സാമ്പിളാണ്. അത് സുനാമി എന്നൊക്കെ പറയുന്നത് എന്താണ്? പെട്ടെന്ന് തന്നെ വരുന്നതാണ്, നമ്മൾ പ്രിഡിക്റ്റ് ചെയ്തിട്ടോ നോക്കിയിട്ടൊന്നും ഉണ്ടാകുന്നതല്ല. അപ്പോൾ അത് കോട്ട് ചെയ്തിട്ട് എഴുതുക. ഈ ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. കോസ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ: ദ ഡെവലപ്മെൻറ്റ് ഓഫ് മോഡേൺ ടെക്നോളജീസ് കാരണം എന്താണ് എൻവയോൺമെൻറ്റ് അത് ബാധിക്കാം. ദ ഇൻക്രീസ് ഇൻ ദ ഹ്യൂമൻ പോപ്പുലേഷൻ ഒരു കാരണമാകുന്നുണ്ട്. ഹൈ പ്രഷർ ഓൺ നാച്ചുറൽ റിസോഴ്സിനൊക്കെ ചെലുത്തുന്ന അമിതമായ സ്വാധീനങ്ങൾ. ദ ഹൈ റേറ്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, അതിൻ്റെ അമിതമായിട്ടുള്ള ചൂഷണങ്ങൾ, പ്രകൃതിയിലുള്ള അമിതമായിട്ടുള്ള ചൂഷണങ്ങൾ. ഗ്രോയിങ് ഇൻഡസ്ട്രീസ് ആൻഡ് ഫാക്ടറീസ്. എന്താണ്? പുതിയതായിട്ടുള്ള സ്ഥാപനങ്ങളും ഫാക്ടറികളൊക്കെ വരുന്നത് എന്താണ്? പ്രകൃതിയെ ബാധിക്കും. ഇൻക്രീസിങ് സെറ്റിൽമെൻറ്റ് ഓഫ് അർബണൈസേഷൻ. എന്താണ്? നഗരവൽക്കരണം ഒരു കാരണമാവുന്നുണ്ട്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമിക് ഫംഗ്ഷനും എന്താണ്? ഇതിൻ്റെ എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ്റെ ഒരു ഫംഗ്ഷനാണ്. അടുത്തത് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ഡീഗ്രഡേഷൻ. അതിൽ 2 ടൈപ്സ് ആണ് വരുന്നത്. സ്ലോ ഡിഗ്രഡേഷൻ റിസൾട്ടിങ് ഫ്രം മാൻ. അടുത്തത് എക്സ്ട്രീം അഡ്വാൻസ് ചേഞ്ച് ഇൻ എൻവയോൺമെൻറ്റൽ ക്വാളിറ്റി ബ്രോട്ട് ദ ഇമ്മീഡിയറ്റ്ലി ബൈ നാച്ചുറൽ പ്രോസസ്. 2 രീതിയിലാണെന്ന് പറയുന്നത്. ഒന്ന് സ്ലോ ആയിട്ടും ഒന്ന് ഫാസ്റ്റ് ആയിട്ടും വരുന്നത്. സ്ലോ എന്ന് പറയുന്നതിൽ പെട്ടെന്നൊന്നും എഫക്റ്റ് ചെയ്യൂല, കാലക്രമേണ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അതിൽ വരുന്നത്. അതിൽ ഈ ഒരു ചാർട്ട് നോക്കുക, ഏതൊക്കെ തരത്തിലുള്ള പൊല്യൂഷൻസും കാര്യങ്ങളാണ് പറയുന്നത്. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസും എൻവയോൺമെൻറ്റൽ ഹസാർഡിനെയും 2ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്. ഫിസിക്കൽ പൊല്യൂഷൻ ഉണ്ട്, ഫിസിക്കൽ പൊല്യൂഷനിൽ തന്നെ സോഷ്യൽ പൊല്യൂഷൻ വരുന്നുണ്ട്. പിന്നെ എൻവയോൺമെൻറ്റൽ ഹസാർഡ്സിനെ 2ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട്, നാച്ചുറൽ ഹസാർഡ്സും മാൻ ഇൻക്ലൂഡഡ് ഹസാർഡ്സും. അതിൽ തന്നെ ആ ഒരു ചാർട്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക, അത് എസ്സേയിലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്തത് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ.
Meaning and definition of pollution. Pollution has been defined as the deliberate or accidental contamination of the environment with man waste. Man waste മൂലമാണ് പ്രകൃതിയിൽ എന്തുണ്ടാകുന്നത്, പൊല്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാരണം. പൊല്യൂഷൻ ഈസ് മാറ്റർ ഇൻ ദ റോങ് പ്ലേസ്. പൊല്യൂഷൻ ഈസ് എനിത്തിങ് ദാറ്റ് released into the environment which degrades it. Pollution is presence of matter or energy in an unusual or unintended place. ഇത്രയും ഒരു മീനിങ് ആൻഡ് ഡെഫിനേഷൻസ് വല്ലാണ്ട് എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ എന്നുള്ള ഒരു വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു ഇതിലേതെങ്കിലും ഒരു ഡെഫിനേഷൻസ് എഴുതി വെക്കാം. ഇനി ഹോളിസ്റ്റർ ആൻഡ് പ്രോട്ടീൻസിൻ്റെ ഒരു ഡിക്ഷണറി ഓഫ് ദ എൻവയോൺമെൻറ്റിൽ ഒരു ഡെഫിനേഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് പറയുന്നത്, എ പൊല്യൂട്ടൻ ഈസ് എ സബ്സ്റ്റൻസ് ഓർ എഫക്ട് വിച്ച് അഡ്വേഴ്സ്ലി ആൾട്ടർ ദ എൻവയോൺമെൻറ്റ് ബൈ ചേഞ്ചിങ് ദ ഗ്രോത്ത് റേറ്റ് ഓഫ് സ്പീഷ്യസ്, ഇൻ്റർഫറൻസ് വിത്ത് ദ ഫുഡ് ചെയിൻ, ഈസ് എ ടോക്സിക് ഓർ ഇൻഫറൻസ് വിത്ത് ഹെൽത്ത്, കംഫർട്ട്, അമെൻഡീസ് ഓർ പ്രോപ്പർട്ടി വാല്യൂ ഓഫ് പീപ്പിൾ. എന്തിനൊക്കെ ബാധിക്കാം? മനുഷ്യൻ്റെ ഹെൽത്തിനെ, കംഫർട്ടിനെ, ഇതിനൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെയാണ് പൊല്യൂഷൻ എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസ് നോക്കുകയാണെങ്കിൽ ഡെപ്പോസിറ്റഡ് മാറ്റർ സച്ച് ആസ് ഡസ്റ്റ്, സ്മോക്ക്, ടാറ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസിൽ ഇതിൽ വരുന്നതാണ്. പിന്നെ ഗ്യാസസ്, അല്ലെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. പിന്നെ കെമിക്കൽ കോമ്പോണൻസ്, പിന്നെ മെറ്റലുകൾ, പിന്നെ മലിനമായിട്ടുള്ള ജലം, പിന്നെ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ പൊല്യൂട്ടൻസിൽ വരുന്നതാണ്. അടുത്തത് അഗ്രോ കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഫോട്ടോ കെമിക്കൽ ഓക്സിഡൻസ്, അതായത് സൂര്യപ്രകാശം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നോയ്സ് ആൻഡ് ഹീറ്റ്. From the ecosystem viewpoint, thus pollutants can be classified into two basic types, non-degradable pollutants ഉം biodegradable pollutants ഉം. Non-degradable എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഡീകമ്പോസ് ചെയ്യാൻ പറ്റൂല. ബയോ ഡീഗ്രേഡബിൾ എന്ന് പറഞ്ഞാലോ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നത്. ആ ബയോ എന്നുള്ള പേര് വെച്ചിട്ട് തന്നെ നോക്കുക. ബയോ എന്ന് പറഞ്ഞാൽ ഡീകമ്പോസ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളതൊന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്നൊന്ന് വായിച്ച് നോക്കുക. ബേസിസ് ഓഫ് കോസ്റ്റ് പൊല്യൂഷൻ. എന്തൊക്കെയാണ് കോസ്റ്റ് പൊല്യൂഷൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്ന കാരണങ്ങളെന്ന്? അതിൽ വരുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതായത് വിളകൾ ഇങ്ങനെ മാറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡാമേജ് ആവും. പിന്നെ ലോസ് ഓഫ് റിസോഴ്സ് നമുക്ക് നഷ്ടപ്പെടും. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഹെൽത്തിലൊക്കെ നമുക്ക് കൂടുതൽ അസുഖങ്ങൾ വരികയും അങ്ങനെയുള്ള കാര്യം കൊണ്ട് മെഡിക്കൽ കെയറിന് ആവശ്യം വരുമ്പോൾ നമുക്ക് നല്ല ചിലവ് വരും. പിന്നെ സോയിലിംഗ് ഓഫ് ബിൽഡിംഗ് ആൻഡ് ടെക്സ്റ്റൈൽസ്, എന്താണ് നമ്മളുടെ മണ്ണിലേക്ക് ടെക്സ്റ്റൈൽസും ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എന്താണ് ആ ഒരു ഇതിന് ഹീറ്റും സൺലൈറ്റും ഒന്നും ഏൽക്കാത്ത രീതിയിൽ, മഴയും വെയിലും ഒന്നും കൊള്ളാത്ത രീതിയിൽ വേണം ആ ബിൽഡിങ്സൊക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ. അപ്പോൾ അതിന് വേണ്ടി ഉണ്ടാക്കുമ്പോൾ അത് മണ്ണിനെ ബാധിക്കും. കൊറോഷൻ ഓഫ് മെറ്റൽ സച്ചസ് അയൺ, സ്റ്റീൽ, കോപ്പർ, ഇതൊക്കെ എന്താണ് മെറ്റലുകളൊക്കെ നശിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. പൊല്യൂഷൻ കൺട്രോൾ ഇൻവോൾവിങ് മണി, മാൻ പവർ, പിന്നെന്താണ് മണിയെയും മാൻ പവറിനെയൊക്കെ ഇത് ബാധിക്കും. അടുത്ത് നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻസ്. നമ്മളിപ്പോൾ ഇത്രയും നേരം ഇൻട്രൊഡക്ഷൻ ലെവലിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്താണ് പൊല്യൂഷൻ എന്ന് പറഞ്ഞു, ഡിഗ്രഡേഷൻ എന്താണെന്ന് പറഞ്ഞു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ട് ഇപ്പം ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞത്. അടുത്ത് നോക്കാനുള്ള ടൈപ്സ്, അതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്തൊക്കെയാണ്? എയർ, വാട്ടർ, ലാൻഡ്, ലൈറ്റ്. ഈ ഒരു ദിനത്തിൽ തന്നെ സബായിട്ടും കുറച്ച് പോയിന്റ്സ് വരുന്നുണ്ട്, നമുക്ക് പതിയെ നോക്കാം. അതിൽ സോയിൽ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, മറൈൻ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ, തെർമൽ പൊല്യൂഷൻ, ലൈറ്റ് പൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ മസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള സോയിൽ പൊല്യൂഷൻ നോക്കാം. ലാൻഡ് ഓർ സോയിൽ പൊല്യൂഷൻ. സോയിൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെൻറ്റൽ കോമ്പോണൻറ്റ് ഫോർ ഹ്യൂമൻ, ആനിമൽ ആൻഡ് പ്ലാന്റ്സ്. എന്താണ് ഹ്യൂമണിനാണെങ്കിലും ആനിമൽസിലാണെങ്കിലും പ്ലാനറ്റ്സിലാണെങ്കിലും എന്താണ് ബേസിക് ആയിട്ട് ആവശ്യമുള്ളൊരു സാധനമാണ് ലാൻഡ് അഥവാ മണ്ണ് എന്ന് പറയുന്ന സാധനം. ഇറ്റ് ഈസ് ദ ബേസിക് മീഡിയം ഓഫ് ഫുഡ്, വെജിറ്റേഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സ്. എന്താണ് ഫുഡിനും വെജിറ്റേഷനും ഒക്കെ ആവശ്യമുള്ള ബേസിക് ആയിട്ടുള്ള റിസോഴ്സാണ് എന്തെന്ന് പറയുന്നത് ലാൻഡ്. ഇറ്റ് ഈസ് ഓൾസോ ദ ബേസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ കൾച്ചർ ആൻഡ് സിവിലൈസേഷൻ. എന്താണ് ഹ്യൂമൻ കൾച്ചറിനും സിവിലൈസേഷനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ദർ ആർ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് കോമ്പോണൻസ് ഓഫ് സോയിൽസ്. എന്തൊക്കെയാണ് അതിൻ്റെ ടെക്സ്ചർ, സ്ട്രക്ചർ, മോയ്സ്ചർ, പ്രൊഫൈൽ ആൻഡ് ഹൊറിസോൺ. ഡെഫിനേഷൻ ഓഫ് സോയിൽ പൊല്യൂഷൻ. ദ കണ്ടാമിനേഷൻ ഓഫ് സോയിൽ വിത്ത് എക്സസ് ഓഫ് കെമിക്കൽസ്, ഫെർട്ടിലൈസേഴ്സ്, ഇൻസെക്ടിസൈഡ്സ്, ഹെർബിസൈഡ്സ് ഈസ് നോൺ ആസ് സോയിൽ പൊല്യൂഷൻ. എന്താണ് കെമിക്കൽ, ഫെർട്ടിലൈസേഴ്സ്, ഇതിനൊക്കെ എന്താണ് മണ്ണിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ഡെഫിനേഷനായിട്ട് പറയാം. ഡിക്രീസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് സോയിൽ ഇൻ ദ എയ്തർ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി ഓർ നാച്ചുറൽ സോഴ്സ് ഓർ
ബൈ ബോത്ത് നോൺ ആസ് സോയിൽ പൊല്യൂഷൻ ഓർ സോയിൽ ഡിഗ്രഡേഷൻ. എന്താണ് എൻ്റെ ഡെഫിനേഷനായിട്ട് എന്താണ് പറയുന്നത്? ഒന്നെങ്കിൽ മനുഷ്യൻ്റെ ഇടപെടലോ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഇടപെടൽ മൂലമോ എന്താണ് മണ്ണിൻ്റെ ക്വാളിറ്റിയിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോയിൽ പൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുകയാണെങ്കിൽ സോഴ്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ: ഡീഫോറസ്റ്റേഷൻ, സോയിൽ ഇറോഷൻ, സോയിൽ ഇറപ്ഷൻ, ഫോറസ്റ്റ് ഫയേഴ്സ്, എക്സ്റ്റൻസീവ് ഓഫ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്, ഇൻസിസ്റ്റൈഡ്, ഹെർബിസൈഡ്സ്, ഡംപിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് അർബൻ വേസ്റ്റ് ലോഗിംഗ് ആൻഡ് സീപ്പിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സോഴ്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ. ഇതൊക്കെ എന്താണെന്ന് പറയേണ്ട കാര്യമില്ല. കഴിഞ്ഞ യൂണിറ്റിലൊക്കെ നമ്മൾ ഡീഫോറസ്റ്റേഷനും സോയിൽ ഇറോഷനൊക്കെ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ആ ഒരു പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കാണാതെ പഠിക്കുക. എസ് ഒക്കെ എഴുതുമ്പോൾ ആവശ്യം വരും. പിന്നെ കാറ്റഗറൈസ് ഓഫ് ദ സോഴ്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ. അതിൽ ഫിസിക്കൽ സോഴ്സ് ഉണ്ട്, ബയോളജിക്കൽ സോഴ്സ്, എയർബോൺ സോഴ്സ്, ബയോസൈഡ് സോഴ്സ്, അർബൺ ആൻഡ് ഇൻഡസ്ട്രിയൽ സോഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. അതിൽ ഫിസിക്കൽ സോഴ്സിൻ്റെ അണ്ടറിൽ സോയിൽ ഇറോഷൻ, വോളാനിക് ഇൻറപ്ഷൻ, ഫോറസ്റ്റ് ഫയേഴ്സ്, ഡിഫോറസ്റ്റേഷൻ. പിന്നെ ബയോളജിക്കൽ ആണെങ്കിലോ ദ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ, പ്രോട്ടോസോവ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഓരോന്നിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളും കൂടി ഒന്ന് നോക്കി പോവാം. അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ. സോയിൽ പൊല്യൂഷൻസ് ഡയറക്റ്റ്ലി അഫക്റ്റ് ദ മൈക്രോ ഓർഗാനിസം. എന്താണ്? ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികളെയൊക്കെ എന്താണ് അത് ബാധിക്കും. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ്, പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആൻഡ് റബ്ബർ ഡിസ്ട്രോയ് ദ organic phosphate components in the soil due to the which the soil loses its natural texture and capacity. അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് സോയിൽ പൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ എന്താണ്? അതൊന്ന് മൈക്രോ ഓർഗാനിസത്തിനെ ബാധിക്കും. രണ്ട് നോക്കുകയാണെങ്കിൽ ലോസസ് ഇറ്റ് നോർമൽ ടെക്സ്ചർ ആൻഡ് കപ്പാസിറ്റി. മണ്ണിൻ്റെ സ്വാഭാവിക ഗുണമേന്മയും അതിൻ്റെ ടെക്സ്ചറൊക്കെ എന്താണ്? നഷ്ടപ്പെടും. പിന്നെ നോക്കുകയാണെങ്കിൽ എന്താ? സോയിൽ പൊല്യൂട്ട് എന്താ? ഗ്രൗണ്ട് വാട്ടർ, അത് വാട്ടറിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന ഭൂഗർഭ ജലത്തിനെയും അത് ബാധിക്കും. സോയിൽ പൊല്യൂട്ട്സ് ദ ലീഡ് ടു സോയിൽ ഇറോഷൻ. പിന്നെ വേസ്റ്റ് ലാൻഡ് അതിലേക്കൊക്കെ മാറും. എന്താണ്? സോയിൽ പൊല്യൂട്ട് ആകുമ്പോൾ അത് ലീഡ് ടു സോയിൽ ഇറോഷൻ. അത് കഴിഞ്ഞിട്ട് അത് കൺവേർട്ട് ഫെർട്ടിലൈസ് സോയിൽ. അത് കഴിഞ്ഞിട്ട് അതെന്താവും? വേസ്റ്റ് ലാൻഡായി മാറും. പിന്നെ സോയിൽ പൊല്യൂഷൻ്റെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഡിക്രീസ് ഇൻ ദ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ. എന്താണ്? കൃഷിയുടെ ഉൽപ്പാദനം കുറയും. പിന്നെ ക്രോപ്സ് ഗ്രോയിങ് ഇൻ പൊല്യൂട്ടഡ് ഇൻ സോയിൽ ബിക്കം കോസ് ഓഫ് ഫോർ ഇൽ ഹെൽത്ത് ഇൻ ഹ്യൂമൻ ബീങ്സ്. എന്താണ്? ഇതിൻ്റെ ഒരു കാരണം കൊണ്ട് മനുഷ്യനിലെ അസുഖങ്ങൾ വർദ്ധിക്കാൻ കാരണമാവും. പിന്നെ റേഡിയേഷണൽ വേസ്റ്റ് ഹാം ഹ്യൂമൻ ആൻഡ് ആനിമൽ ഹെൽത്ത്. മനുഷ്യൻ്റെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും എന്താണ്? ബാധിക്കും. അതുപോലെ തന്നെ അർബൺ വേസ്റ്റും പിന്നെ അത് എന്തിനെ ബാധിക്കും? മനുഷ്യൻ്റെ ഹെൽത്തിനെ ഹൈജീനെയും ബാധിക്കും. അടുത്തതാണ് മെഷേഴ്സ് ടു കൺട്രോൾ സോയിൽ പൊല്യൂഷൻ. അതിലെന്താണ് പറയുന്നത്? കറക്റ്റായിട്ട് കമ്പോസ്റ്റ് ചെയ്യുക നമ്മുടെ ഗാർബേജുകൾ, നൈറ്റ് സോയിൽ കാര്യങ്ങളൊക്കെ. പിന്നെന്താണ്? അവോയ്ഡ് ചെയ്യുക. എന്താണ്? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് ഒക്കെ പറ്റുന്ന രീതിയിൽ അവോയ്ഡ് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക, ജൈവവളങ്ങൾ ഉപയോഗിക്കുക. പിന്നെ റെസ്ട്രിക്റ്റിംഗ് യൂസ് ഓഫ് DDT. പിന്നെ വരുന്നത് ഇൻഡസ്ട്രി ആൻഡ് സ്മോക്ക് ആഷസോൻ്റെയൊക്കെ അതിന് മോണിറ്റർ ചെയ്ത് അതിനൊരു കൺട്രോളിങ് ഏജൻസി ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് മെഷേഴ്സിൽ വരുന്നത്. അടുത്തത് അതിൻ്റെ തന്നെ മെഷേഴ്സിൽ നോക്കുക. അതിനുള്ള ഏജൻസിയെ ഓരോ ഇൻഡസ്ട്രീസിനും ഉണ്ടാവുന്ന, ഓരോ ഫാക്ടറീസിലൊക്കെ ഉണ്ടാവുന്ന അതിൻ്റെ സ്മോക്കുകൾ, പുകകളും അതിൻ്റെ ചാരങ്ങൾ, അതിൻ്റെ വസ്തുക്കളൊക്കെ എന്താണ്? പൊല്യൂഷൻ ഉണ്ടാകുന്നതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ഏജൻസിയെ നിയമിക്കുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുക. അടുത്തത് വരുന്നത് അവോയ്ഡിങ് മോണോകൾച്ചർ ആൻഡ് അഡോപ്റ്റിംഗ് ക്രോപ്പ് റൊട്ടേഷൻ. എന്താണ്? നമ്മൾ ക്രോപ്പ് റൊട്ടേഷൻ നടത്തുക, പല വിളകൾ ഇതാക്കുക, അല്ല മോണോകൾച്ചർ പിന്തുടരാതെ ക്രോപ്പ് റൊട്ടേഷൻ കൊടുക്കുക. പിന്നെ പ്രോപ്പർ ക്രോപ്പ് മാനേജ്മെൻറ്റ്, വിളകളൊക്കെ കറക്റ്റായിട്ട് ഇതാക്കുക. പിന്നെ റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റിന് ഏറ്റവും പറ്റിയൊരു കാര്യമാണ് റീസൈക്കിൾ ചെയ്യുക, വേസ്റ്റിനെ ഉപയോഗിച്ച് അതിനെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ റിക്ലമേഷൻ ഓഫ് സോയിൽ ഹെൽപ്പ് ടു റെഡ്യൂസ് സോയിൽ പൊല്യൂഷൻ. പിന്നെ വരുന്നത് എഡ്യൂക്കേറ്റിംഗ് ദ ഫാർമേഴ്സ് അബൌട്ട് ദ പ്രോപ്പർ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഫാർമേഴ്സിന് അതിന് വേണ്ടിയുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക. പിന്നെ ഡെവലപ്പിംഗ് അവയർനെസ് ഇൻ ദ പബ്ലിക് അബൌട്ട് കൺട്രോളിങ് സോയിൽ പൊല്യൂഷൻ. പബ്ലിക്കിന് എന്താണ്? ഒരു അവയർനെസ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെഷേഴ്സിൽ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് സോയിൽ പൊല്യൂഷൻ ആണ്. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വാട്ടർ പൊല്യൂഷൻ നോക്കാം. ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഉടനെ തന്നെ അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ താങ്ക്